ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബാഗ് എപ്പോൾ നോക്കി വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകാം. എന്നിട്ട് എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ മാഡം തെരുവ് കേട്ടോ പഠിപ്പിക്കണേ. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾ ഡ്രോയിങ് ചെയ്തിട്ട് വരണം, മാഡം ബോർഡിൽ വരച്ചത് അങ്ങനെ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു. നന്നായിട്ട് കളറൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് മാഡം പറഞ്ഞായിരുന്നു ആറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡ്രോയിങ് ഉണ്ടാവും, അത് ചുമറിലൊട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു. അവർ നന്നായിട്ട് ഡ്രോയിങ് ചെയ്തായിരുന്നു. എൻ്റെ ബാഗിൽ വെച്ചപ്പോൾ മടങ്ങിപ്പോയി. എനിക്കൊന്നും മാഡം ഒട്ടിക്കില്ല എന്നാ. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ കമ്പനി എന്നാണ് കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്ക്, സ്കിൽ ബുക്ക്, നോട്ട് ബുക്ക്. ക്ലാസ്സുകാർക്ക് എന്ന് വെച്ചാൽ നോർമൽ ക്ലാസ്സുകാർക്ക് ഇതാണ് ഒരു സ്കിൽ ബുക്ക്. ഈ സ്കിൽ ബുക്കിൽ കൂടുതലുള്ളത് ഗ്രാമർ പാർട്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 3 സിബ്സ് ഉണ്ട് കേട്ടോ. അതൊന്ന് ചെറുത്, മീഡിയം, ബിഗ്. അപ്പം ഏറ്റവും ചെറുതിലാണ് ഞാൻ പേപ്പർ വെച്ചത് ക്ലീനായിട്ട് മടങ്ങി പോകാണ്ടിരിക്കാൻ. എന്നിട്ട് മീഡിയം സിബിൽ ഞാൻ വെച്ചതാണ് നോട്ട് ബുക്സ്. പിന്നെ ഏറ്റവും വലിയ സിബിൽ എനിക്ക് 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിലെ സ്കിൽ ബുക്ക് വെച്ച് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചു. ഇനി ഞാൻ കാണിക്കാൻ എൻ്റെ പൗച്ചിലാണ് എന്തൊക്കെ വിൽക്കാറുണ്ടെന്ന്. ഇതാണ് കേട്ടോ എൻ്റെ പിങ്ക് കളർ പൗച്ച്, പിങ്ക് കളർ ബാഗ് ആൻഡ് പൗച്ച്. അപ്പോൾ ഞാൻ ആദ്യം വെക്കുന്നത് ഒരു ബ്ലാക്ക് പെന്നും ബ്ലൂ പെന്നാണ്. ഞാൻ 5th ലൈവ് കൊണ്ടപ്പോൾ ഞാൻ പെന്ന് വെച്ചാട്ടോ എഴുതുന്നത്. അതുകൊണ്ട് ഒരു ബ്ലാക്ക് പെന്നും ബ്ലൂ പെന്ന് വെച്ചു. പിന്നെ എനിക്കെപ്പോൾ ഭയങ്കര തുമ്മലൊക്കെ വരുന്നുണ്ട്. എപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് 2 പെൻസിൽ വെച്ചു. ഒന്ന് അപ്സര, ഒന്ന് പർപ്പിൾ കളറിൻ്റേതോ. അതെൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു ആ പർപ്പിൾ പെൻസിൽ. പിന്നെ ഒരു സ്കെയിലും വെച്ചു, പിന്നെ ഒരു എറേസർ വെച്ചു, പിന്നെ ഒരു ഡയറി വെച്ചു. ഷാർപ്നർ എനിക്ക് വേണ്ട കേട്ടോ, ഷാർപ്നർ ഓൾറെഡി എൻ്റെ ബാഗിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡയറിയാണ്, ഈ ഡയറീൻ്റെ ഫ്രണ്ട് വന്ന് ഞാനാട്ടോ കളർ കൊടുത്തത്. അപ്പോൾ ഇത് എൻ്റെ 5th ക്ലാസ്സിൻ്റെ സ്റ്റാർ ഓഫ് ദ വീക്ക് ബാച്ചാണ്. എനിക്ക് എല്ലാ സാറ്റർഡേ ആക്ടിവിറ്റീസാണ്. ഈവനിങ് ഒരു ഡ്രാമ ഉണ്ടാവും. അതിൻ്റെ പ്രോഗ്രാമിൽ അനൗൺസ് ഏത് ക്ലാസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ഈ പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്കാട്ടോ കിട്ടിയത്. എന്നിട്ട് എൻ്റെ പിങ്ക് പൗച്ച്, പിങ്ക് ബാഗായി. പക്ഷേ യൂണിഫോമിൻ്റെ കൂടെ ഒട്ടും മാച്ച് ആവാത്ത കളറാട്ടോ ഞാൻ എടുത്തത്, കാരണം എൻ്റെ യൂണിഫോം റെഡ് കളറാണ് കേട്ടോ. പിന്നെ വിങ്കയുടെ സ്കൂളിൽ സ്റ്റാർ ഓഫ് ദ വീക്കൊക്കെ തരാറുണ്ടോ? ആരി കുഡ്സ്. പിന്നെ എപ്പോഴെങ്കിലും എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടോ ഗൈസ്? ഒന്ന് കമൻസിൽ പറയുക. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു പൗച്ചുണ്ട്, അതിലും ഞാനൊന്നും വിൽക്കാറില്ല. ചില സമയത്ത് ക്ലാസ് ടൈമിൽ ഞാൻ ക്ലാസ് റൂമിൽ സ്കൂൾ കഴിയുമ്പോൾ മറക്കും അത് ഞാൻ ഉള്ളിലേക്ക്. അപ്പോൾ ബൈ.